ഗൈസ് ഹാപ്പി വിഷു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഈ വീഡിയോ വന്നിട്ട് വിഷുവിന്റെ തലേന്നത്തെ കലാപരിപാടികളാണ്. വിഷു വന്നിട്ട് ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ സാറ്റർഡേ നൈറ്റ് നമ്മളെല്ലാം ഒരുക്കണമല്ലോ കണിക്കുള്ള സാധനങ്ങൾ. അപ്പൊ അതിനുവേണ്ടി വീടൊക്കെ ഞാനൊന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. ഞാൻ കുളിച്ച് വന്ന ഉടനെ അടിച്ചു, കാരണം എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല ഗൈസ്. 2 ദിവസമായിട്ട് വർക്കും വിഷുവിന്റെ ഓട്ടപ്പാച്ചലും എല്ലാം കൂടെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയായിട്ട് നമ്മുടെ വീട്ടുജോലിക്ക് വരുന്ന സ്ത്രീ വരുന്നില്ല, അവരുടെ ഹസ്ബൻഡിന് വയ്യ. അപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഹോൾ അടിച്ചു വാരി, പിന്നെ പൂജാ റൂമിൻ്റെ ഏരിയ, കാരണം അവിടെയാണ് നമ്മൾ കണി ഒരുക്കുന്നത്. അത് കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്തു, കാരണം കിച്ചൺ കുക്കൊക്കെ ചെയ്തിട്ട് ഭയങ്കര മെസ്സായിട്ടുണ്ടായിരുന്നു. മൊത്തം ക്ലീൻ ചെയ്തു ഞാൻ. ഇത്ര കുപ്പ കിട്ടി, ഇത്ര കിട്ടിയുള്ളൂ, കാരണം നമ്മൾ ഡെയിലി ഒരു 3 പ്രാവശ്യം ഞാൻ അടിച്ചു വരാൻ നോക്കാറുണ്ട് കേട്ടോ വീട്. അത് കഴിഞ്ഞ് പാപ്പു എന്നെ തുടയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവൻ തുടച്ചു. ഇനി നമ്മൾ കണിക്കുള്ള സാധനങ്ങൾ ഒരുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അമ്മൂമ്മ അപ്പുറത്തിരുന്നിട്ട് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഞാനാണ് മൊത്തമായിട്ട് ഒരുക്കിയത്. ഇപ്രാവശ്യത്തെ വിഷുവിന് അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. കാരണം ഈ പായ ആയിക്കോട്ടെ, ഓരോ സാധനങ്ങൾ എവിടെ വെച്ചതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് നെറ്റ് ആ സമയത്ത് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അമ്മയെ വിളിക്കാനും പറ്റുന്നില്ല. ആകെ മൊത്തം ഭയങ്കരമായിട്ട് ഡിലേ ആയി. നമ്മൾ ഈ ഒരുക്കുന്നത് വന്നിട്ട് ഒരു നൈറ്റ് ഒരു 10:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നെറ്റെല്ലാം ശരിയായിട്ട് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറയായിരുന്നു, ഇപ്പോഴെങ്കിലും എൻ്റെ വില മനസ്സിലായല്ലോ എന്ന്. ശരിയാണ് ഗേയ്സ്, നല്ലപോലെ മനസ്സിലായിട്ട് അമ്മയുടെ വില. അമ്മ ഉണ്ടെങ്കിൽ അമ്മയാണ് മെജോറിറ്റി കാര്യങ്ങൾ ചെയ്യാറ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടെ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം മൊത്തം ഞാനാണ് ചെയ്ത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ടുഡേസ് വീഡിയോ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണി കാണാൻ പോകുന്ന കുട്ടിക്കണ്ണൻ. സോ ഈ കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ട് നമ്മുടെ കൂടെയുള്ളൊരു കണ്ണനാട്ടോ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മയുടെ കല്യാണത്തിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു 29 to 30 ഇയേഴ്സ് ആയിട്ട് ഈ കണ്ണൻ നമ്മുടെ കൂടെയുണ്ട്. ഇതിന് മുന്നേ നമ്മൾ കണി വെച്ചുകൊണ്ടിരുന്നത് വേറൊരു കണ്ണനായിരുന്നു, ഫുൾ വൈറ്റ് കളറായിരുന്നു കേട്ടോ. അത് അമ്മയുടെ അമ്മൂമ്മ കൊടുത്തതായിരുന്നു. അത് ഓൾമോസ്റ്റ് 40 ഇയേഴ്സ് പഴക്കമുള്ള കണ്ണനായിരുന്നു. 2 വർഷം മുന്നേ വരെ നമ്മൾ ആ കണ്ണനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അപ്പം നമുക്ക് പൊട്ടിയ വിഗ്രഹം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണമാണ് അത് വെക്കാണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പൂവിനൊക്കെ ഇപ്പം എന്താ അത്ര വില? എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വർണ്ണത്തിനെക്കാട്ടിലും വിലയാവുന്നതാണ്. നാട്ടിലും എന്തായാലും വില ഉണ്ടാവും, ഇതിനേക്കാളും കൂടാനേ ചാൻസ് ഉള്ളൂ, എന്തായാലും കുറയില്ല. അവരാണെങ്കിൽ ഒരു മീറ്ററിന് 150, 180, 200 വായി തോന്നിയ വില പറയുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നല്ല രീതിയിൽ വിലയൊക്കെ പേശിയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട പൂക്കൾ വാങ്ങിയിട്ട് വന്നു. നമ്മൾ വാങ്ങിയത് മുല്ലപ്പൂ വാങ്ങി, കനകാംബരം വാങ്ങി. പൂ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പൂജ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ചേട്ടൻ്റെ വക ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ച് റോസ് ഫ്ലവറും കദമ്പും തന്നു കേട്ടോ. ഈ കദമ്പം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ ഫ്ലവർ ആദ്യമായിട്ട് കാണുന്ന തന്നെ. അമ്മുമ്മയാണ് പറഞ്ഞത് കദമ്പമാണെന്ന്. പിന്നെ ആ ചേട്ടൻ കന്നഡയിൽ വേറെന്തോ പേരാ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല. അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം വെച്ച് ഡെക്കോർ ചെയ്തു. ഇനി നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ കണിക്കൊന്ന വെച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവിടെ കണിക്കൊന്ന കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് ഇവിടെ മാറിയപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ധാരാളം വലിച്ചിട്ട് വരാം. അപ്പം ഞാൻ നല്ല ലാവിശായി ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് കുറേ കൊന്നപ്പൂ വലിച്ചിട്ട് വന്ന് ഡെക്കോർ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ വിളക്ക് കൊളുത്തുകയാണ്. അപ്പം എല്ലാം സെറ്റ് ചെയ്തു, വിളക്ക് കൊളുത്തി. ഇനി നമ്മൾ ജസ്റ്റ് ഒരു പൂജ ഉണ്ടല്ലോ, അതായത് കുറച്ച് തുളസിപ്പൂ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതേ തുളസിപ്പൂ നമ്മൾ ചന്ദനത്തിൽ മുക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഈ വിഷുവിന് നമുക്ക് കിട്ടാതെ പോയ ഒരേ ഒരു സാധനം ചക്കയാണ് കേട്ടോ. അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഞാൻ 2 ദിവസം മുന്നേ പുറത്തു പോയപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് 130 രൂപയ്ക്ക് ചക്ക തരാമെന്ന് പറഞ്ഞതാണ്. എനിക്കെന്തോ അന്ന് വാങ്ങാൻ തോന്നിയില്ല. നെക്സ്റ്റ് ഡേ എന്നിട്ട് ഞാൻ പോയപ്പോൾ ചക്ക പോയിട്ട് ചക്ക മടല് പോലും ഇല്ല അവിടെ. എന്തോ ആവട്ടെ, ഉള്ളത് കൊണ്ട് ഓണം പറയണ പോലെ ഉള്ളത് കൊണ്ട് വിഷു. അപ്പം എല്ലാവരും പോയി ഉറങ്ങിക്കോ, നമുക്ക് ഒരുമിച്ച് കണി കാണാം. അങ്ങനെ ഞാനും എൻ്റെ കൂടെ നിങ്ങളും നല്ലൊരു അസൽ വിഷുക്കണി കണ്ടു. ഈ വർഷം എല്ലാവർക്കും അടിപൊളി ഇയറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം ഗൈസ്. വിഷു ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കലുണ്ടോ? പിന്നെ എന്താ സ്പെഷ്യൽ? വിഷു സദ്യയാണോ കഞ്ഞിയാണോ എന്നൊക്കെ പറയൂ. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. വൺസ് അഗെയിൻ ഹാപ്പി വിഷു.